ഐക്യു എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോൺഷ്യന്റ്. ഇന്റലിജൻസ് കോൺഷ്യന്റ് നമ്മുടെ എന്താ പറയാ, ബുദ്ധി. ഒന്നാമത് നമുക്ക് ബുദ്ധി ഉണ്ടാകും, അതായത് കണക്കറിയണം, നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവ്, നമുക്ക് ആൾക്കാരുമായിട്ട് സാമാന്യമായിട്ട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, നമുക്ക് സാധാരണ ബുദ്ധി, ഈ കഴിവ് നമുക്കുണ്ടാകണം. രണ്ടാമത് കഴിവുണ്ട്, അതാണ് ഇക്യു. ഇക്യു മീൻസ് ഇമോഷണൽ കോൺഷ്യന്റ്, വൈകാരികപരമായിട്ടുള്ള ബുദ്ധി. നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. ഇവിടെ വരുമ്പോ പ്രശ്നമാണ്, എല്ലാവർക്കും ഈ കഴിവ് ഉണ്ടാകണമെന്നില്ല. ഇക്യു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. നമ്മൾ കുറെ ലോൺ എടുത്ത് കുറെ കാശ് കിട്ടും, ഈ കാശ് കൊണ്ട് നമുക്ക് ബിസിനസ്സും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വലിയ വീട് അടിപൊളിയാക്കാം, നല്ല കാറും വാങ്ങാം. നമുക്ക് വല്ല ലാഭമൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ തരാൻ വേണ്ടി ഒരുപാട് പേര് തയ്യാറാം. ആ കാശ് കൊണ്ട് നമുക്ക് നല്ല കാറ് വാങ്ങാം, ലോണിൽ പുതിയ ഡ്രസ്സ് എടുക്കാം, നമുക്ക് അടിച്ചു പൊളിച്ച് കുറെ ദിവസം നടക്കാം. അത് അങ്ങനെ എടുക്കുന്നത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിവില്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനും കഴിയില്ല. ഇത് പല ബിസിനസ്സുകാരുടെ പ്രശ്നമാണ്, പ്രത്യേകിച്ച് മലയാളികളുണ്ട്. നമ്മൾ പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വീട് വയ്ക്കുന്നു, ഓപ്പോസിറ്റ് വലിയ വീട് വെച്ചാൽ നമ്മൾ വലിയ വീട് വയ്ക്കും, ഓപ്പോസിറ്റ് വലിയ കാർ വാങ്ങിച്ചാൽ നമുക്ക് വലിയ കാർ വാങ്ങണം. അങ്ങനെയുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കൾച്ചർ ഇങ്ങനെ ഇത് വളരെ കൂടിക്കൂടി വരികയാണ്. ഇത് കാരണമാണ് പല കുടുംബങ്ങളും തകർന്ന് അടിഞ്ഞുകൊണ്ടു. മറ്റുള്ളവരെ കാണിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെയല്ല, തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടാകണം. ഇതൊരു ബിസിനസ്സുകാരൻ നിർബന്ധം ഉണ്ടാകണം. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്, അതാണ് SQ. ഇതാണ് ഏറ്റവും പ്രധാനം, സോഷ്യൽ കോൺഷ്യന്റ്, അതായത് പീപ്പിൾ മാനേജ്മെന്റ്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം. ഇതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് കസ്റ്റമറെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം, നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം, നമുക്ക് നമ്മുടെ പാർട്ട്ണർമാരെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ടാകണം. പീപ്പിൾ മാനേജ്മെന്റ്. ഇത് 3 കഴിവുണ്ടെങ്കിൽ മാത്രമേ ഏതൊരാളായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ.